ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കുഞ്ഞുങ്ങളുടെയും കോഴികളുടെയൊക്കെ ശരീരം വീർത്ത് വന്ന് അതിനകത്ത് എയർ നിറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ച്. അതെന്താണ്, അതിൻ്റെ പ്രതിവിധി എന്തെങ്കിലും ആരുടെയും കയ്യിലുണ്ടോ, ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെനിക്ക് വാട്സപ്പിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വാട്സപ്പിൽ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഒരു മരുന്ന് നിർദ്ദേശിച്ചു. അതെന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ആ ഒരാൾ മാത്രമേ ഇതിനൊരു പരിഹാരമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് വന്നിട്ടുള്ളൂ. അത് ഞാൻ ഈ വീഡിയോയ്ക്ക് കൂടെ ചേർക്കാം. ഹലോ, നിങ്ങൾ ഈ പറഞ്ഞ അസുഖം ഒരു 3 വർഷം മുമ്പേ ഞാൻ നാട്ടിലുള്ള സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നാടൻ കോഴികൾക്കാണ് വന്നത്, ഒരു പെടക്കോഴിക്കാണ് വന്നത്. ഞാനത് നോക്കിയപ്പോൾ ഒരു വെള്ളമാതിരി, നിങ്ങൾ പറഞ്ഞൊരു വെള്ളമല്ലാതെ ഒരു ഏറുമാതിരി നിൽക്കുക, കാറ്റുമാതിരി. അത് ചിറകിൻ്റെ സൈഡിനും ഒരു ഉൾഭാഗത്തും അല്ലെങ്കിൽ മൂടിൻ്റെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാനത് കോഴിക്കോട് വെറ്റിനറി, ഞങ്ങളവിടെ ഉണ്ട് മൃഗാശുപത്രി, അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ കോഴി ചത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി, കോഴിനെ കേസിലാക്കിയിട്ട് ഞാൻ കോഴിക്കോട് കൊണ്ടുപോയി കോഴിക്കോട് ജില്ലയിലെ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു. അപ്പോൾ അവിടെ രാജൻ സാറ് പറഞ്ഞ പഴയ സീനിയർ ഡോക്ടറുണ്ട്. മൂപ്പര് പറഞ്ഞ ഇത് ഒരു ആൻറ്റിവൈറസ് ആണ്, അത് അപൂർവമായിട്ട് കാണാറുള്ളൂ, ചെറുത്. അത് ഈ തീറ്റയെന്ന് വരുന്ന ഫംഗസ് ആണെന്ന് പറഞ്ഞ, തീറ്റയെന്ന് വരുന്ന വൈറസാണ്, അതുകൊണ്ടാണത് വരുന്നതെന്ന് പറഞ്ഞ. എന്നിട്ട് എനിക്ക് ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ അതിൻ്റെ എയർ വിഭാഗത്തിൽ ഡോക്ടർ ഒരു ഓയിൽമെൻറ്റ് തന്നിരുന്നു പുരട്ടാൻ വേണ്ടിയിട്ട്. ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കാനും, ഓയിൽമെൻറ്റ് തേച്ച് അതിൻ്റെ മെഡിസിൻ കഴിയുന്ന വരെ പുറത്തേക്ക് വിടരുതെന്ന് പറഞ്ഞു. ആ കോഴിനെ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓയിൽമെൻറ്റ് തേച്ച്, ആ ഓയിൽമെൻറ്റ് പേര് ഞാൻ നിങ്ങൾക്ക് നാളെ വിട്ടുതരാം. എൻ്റെ സംഭവം വീട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓയിൽമെൻറ്റ്. പിന്നെ ആ ഓയിൽമെൻറ്റ് കൂടെ ഗുളിക, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക ഉണ്ടായിരുന്നു, അത് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് 10 ദിവസം കൊടുത്തു. 10 ദിവസം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്തു. പിന്നെ എൻ്റെ ശേഷം ഞാൻ അസുഖം കണ്ടിട്ടില്ല. അത് തീറ്റയെന്ന് വരുന്ന ഫംഗസാണെന്ന് പറഞ്ഞു. ഒരു ഇൻഫെക്ഷൻ നമുക്ക് കുട്ടികൾക്കൊക്കെ പൊട്ടിയൊക്കെ ഉണ്ടാകുന്നില്ലേ, അതുപോലത്തെ ഒരു അസുഖമാണത്. അവർ ഓയിൽമെൻ്റ് ഉണ്ട്, ഓയിൽമെൻ്റ് തേച്ചു, പിന്നെ ഉള്ളിലേക്ക് ഗുളികയും കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വൈദ്യരുണ്ട്, ഒരു സാധാ വൈദ്യര്, സാധാ നാട്ടുവൈദ്യര്. അത് എന്നോട് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് ഞാൻ അടിച്ച് തേച്ചു. വെളുത്ത ഉള്ളിയും നമ്മുടെ ഈ മരത്തില്ലേ, എന്താണ് വൈദ്യന്മാരെ കിട്ടുമല്ലോ, ഈ 40 മരം നല്ല സാധനം, അതെല്ലാം കൂടി അത് പൊടിച്ചിട്ട് അതിന് മേലെ തേച്ച് കൊടുക്കാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അസുഖം കണ്ടിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. ഹലോ ദാസേട്ടാ, ഞാനത് ഇന്നലെ കിട്ടിയ റൂമിൽ നെറ്റ് ഇല്ലായിരുന്നു, വൈഫൈ ഒന്നും ഇല്ലായിരുന്നു. വൈഫൈയും നെറ്റൊക്കെ കംപ്ലൈൻറ്റിന്. അപ്പം അതുകൊണ്ട് ഇന്നലെ വാട്സപ്പും നെറ്റൊന്നും ഓണാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. അത് നമ്മളെ ഗ്ലിസറിനാണ് സാധനം. ഗ്ലിസറിൻ ഉണ്ടല്ലോ, നമ്മൾക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഗ്ലിസറിൻ തന്നെ സാധനം, അതാണ്. അതെങ്ങനെ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഗ്ലിസറിൻ ഇതാക്കിയിട്ട് അത് ഒരു കോയമ്പ് രൂപത്തിലാണ് സാധനം. അത് ആ പിന്നെ എയർ വന്ന സ്ഥലത്ത് രോമം ഒഴിവാക്കിയിട്ട് ആദ്യം ഡെറ്റോൾ കൊണ്ടൊന്ന് കഴുകുക, തുടക്കുക. ഓട്ടത്തോന്ന് എടുത്തിട്ട് ഡെറ്റോളാക്കിയിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഒരു ദിവസം 4 തവണ അല്ലെങ്കിൽ 4-5 തവണ തേച്ചിടുക. മനസ്സിലായോ? അതാണ്. എന്നിട്ട് ആ തേക്കുകയും ചെയ്യുക, എന്നിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക കൊടുക്കുകയും ചെയ്യുക. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ഈ പിന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻ തന്നെയാണത്. അത് ഈ നമ്മൾ കോഴി വാക്സിൻ, ഈ അസുഖത്തിനൊക്കെ വരുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻ തന്നെ കൊടുക്കുന്നത്. ഒരു ക്യാപ്സൂളുമായിട്ട് അതിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല ഇപ്പോൾ.
അതാണ് സംഭവം. അപ്പോൾ ഈ കേട്ടതാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇത് 2 ദിവസമായിട്ടാണ് അയച്ചു തന്നത്. അന്ന് നമ്മൾ വീഡിയോ ഇട്ട ദിവസം ആദ്യത്തെ വോയിസും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിവിധി എന്താണ് അദ്ദേഹം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വോയിസ് രണ്ടാമത് അദ്ദേഹം അയച്ചു തന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത്. അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ഒരുമിച്ചിട്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും വൈകിയത് ആ പോസ്റ്റ് ഇടാനായിട്ട്. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇത്തരം വീഡിയോകളുമായിട്ട് വരാം.